എന്തൊരു വ്യൂ ആ നോക്കിയേ. ഇതാണ് നമ്മുടെ ജിങ്കലാല വ്യൂ. ഗോൾഡ് ഇതൊക്കെ കൊണ്ട് നല്ല പെട്ടപ്പെട്ടയ്ക്കുന്ന ഫ്രഷ് മീനായിട്ട് ആള് പോണത് കേട്ടോ. അപ്പൊ ഇടുങ്ങിയ പാറക്കെട്ടുകളുണ്ടോ, യാത്ര ദുഷ്കരമാകുമോ എന്നൊക്കെ നമുക്ക് നോക്കാം. ശ്വേതാ മേനോന്റെയും ഗായത്രി സുരേഷ് ഒക്കെ അഭിനയിച്ചത്. അപ്പൊ അതില് ആർട്ടിസ്റ്റുകളെ ജീപ്പിലാണ്, ട്രക്കിംഗ് ജീപ്പിലാണ് ഇവിടേക്കൊക്കെ കൊണ്ടുവന്നിരുന്നതെന്ന്. കുറച്ച് കടി വരുന്നുണ്ട് കേട്ടാ, കൊതുകൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു, ആരും കാണാത്ത, നമ്മൾ അറിയാത്ത. എന്റെ പൊന്നോ, അങ്ങോട്ട് നോക്കിയേ. ട്രക്കിംഗ് മോഡ് ഇഷ്ടപ്പെടുന്നവരാണോ നിങ്ങൾ? എങ്കിൽ നിങ്ങൾക്കായിട്ടുള്ള ഒരു ജിങ്കലാല സ്പോട്ടിലാണ് ഞാനിന്നുള്ളത്. കള്ളിമാലി വ്യൂ പോയിന്റിന്റെ താഴ്വാരമായിട്ടുള്ള വാര്യാണിപ്പടിയിലാണ് ഞാനിന്നുള്ളത്. അപ്പൊ അധികം ആരും എത്തിപ്പെടാത്തതും എന്നാൽ അറിയപ്പെടാത്തതുമായിട്ടുള്ള സ്ഥലമാണ്. അപ്പൊ അറിയപ്പെടാത്തതുകൊണ്ട് തന്നെയാണ് കേട്ടോ ഇങ്ങോട്ട് എത്തിപ്പെടാത്തതും. അപ്പൊ അങ്ങനെയായിട്ടുള്ള ഒരു വെറൈറ്റി സ്പോട്ടിലാണ് ഇന്നുള്ളത്. അപ്പൊ ഇവിടെ നമുക്കായിട്ടുള്ള ഒരു 1.5 കിലോമീറ്റർ താഴ്വാരത്തിലേക്ക് ഇനി നമുക്ക് നടന്നു പോകണം. അപ്പൊ നടന്നു പോയിട്ട് അവിടെ ഒരു ജിങ്കലാല വ്യൂ ഉണ്ട്. അപ്പൊ അതാണ് നമ്മുടെ ഇന്നത്തെ ഡെസ്റ്റിനേഷൻ. അപ്പോൾ അതിലേക്കുള്ള യാത്രയും അവിടെ എത്തിച്ചേരുമ്പോഴുള്ള ഒരു അനുഭവമൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ എപ്പിസോഡ്. അപ്പോ കണ്ടിട്ട് വരാം. പൊന്മുടി ഡാമിന്റെ ഫോറസ്റ്റിന്റെ റിസർവ് ഏരിയ സ്റ്റാർട്ട് ചെയ്യുന്ന സ്പോട്ടാണ് കേട്ടോ ഇത്. അപ്പൊ അതിന്റെ ഒരു അടയാളമായിട്ട് ദേ അങ്ങ് നോക്കിയേ, അവിടെ ഒരു സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. ജണ്ട എന്ന് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? ചെണ്ടയല്ല, ജണ്ട. അപ്പൊ നമുക്ക് ഏറ്റവും പരിചിതമായിട്ടുള്ള ഒരു പേര് എന്ന് പറയുന്നത് സർവേക്കല്ലാണ്. അപ്പൊ ഇത് വനാതിർത്തിയാണ് ഫോറസ്റ്റിന്റെ, പൊന്മുടി ഡാമിന്റെ ഫോറസ്റ്റ് ഏരിയയുടെ. അപ്പൊ അതുകൊണ്ട് ഇവിടെയാണ് അത് സ്റ്റാർട്ടിംഗ് പോയിന്റ്. അപ്പൊ അതുകൊണ്ട് സർവേക്കല്ല് ഇവിടെയാണ് വെച്ചിരിക്കുന്നത്. ഇവിടങ്ങളിൽ അത് അറിയപ്പെടുന്നത് ജണ്ട എന്നാണ് കേട്ടോ. അപ്പൊ ഈ അതിർത്തി തിരിക്കുന്നിടത്ത് എല്ലാം ഈ ജണ്ട ഇവര് സ്ഥാപിച്ചു വെച്ചിട്ടുണ്ട് കേട്ടോ. ഇതൊരു വൈഡ് ഏരിയ ആണ് കേട്ടോ. അപ്പൊ എല്ലാ ആ ഒരു അതിർവരമ്പിലെല്ലാം ഇത് സ്ഥാപിച്ചിട്ടുണ്ട്. അപ്പൊ ഇവർക്ക് ജണ്ട, നമുക്ക് സർവേക്കല്ല്. അത്രേ ഉള്ളൂ. ഇത് നമ്മുടെ ഇടുക്കി ജില്ലയിലെ രാജക്കാട് കള്ളിമാലി വ്യൂ പോയിന്റിന്റെ താഴ്വാരാണ് കേട്ടോ. അപ്പൊ നമ്മള് ഇനി ഏകദേശം 1.5 കിലോമീറ്റർ താഴ്വാരത്തിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. നല്ല കിതച്ച് ഇപ്പോഴേ എനിക്ക് തോന്നുന്നു ഇവിടെ നല്ല എയർ കയറിക്കൊണ്ടിരിക്കുക. അപ്പൊ ഇപ്പോഴേ നമുക്കൊരു കിതപ്പ് ഫീൽ ചെയ്യുന്നുണ്ട്. വഴികള് ചെറിയ വഴികളാണ് കേട്ടോ. ചുറ്റിനും കാട് പോലെ തന്നെ നമ്മുടെ കൊങ്ങിണിക്കാടുകളാണ്. ഇവിടെ മൊത്തം ഈ കൊങ്ങിണി ചെടികളാണ്. ഇപ്പൊ കൊങ്ങിണിക്കാടാണ് മൊത്തം. പിന്നെ നമ്മുടെ മുള്ളു ചെടികൾ, അങ്ങനത്തെ ഒക്കെ ചെടികളാണ് കേട്ടോ കൂടുതൽ. അപ്പൊ സൂക്ഷിച്ചൊക്കെ നടക്കണം. പിന്നെ നമ്മുടെ നാച്ചുറൽ ആയിട്ടുള്ള നമ്മുടെ മണ്ണ്, പാറക്കല്ലുകളുടെ കുറച്ച് കഷ്ണം പോലത്തെ ഒക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെ എന്താ പറയാ, ഈ മലഞ്ചെരിവാണല്ലോ. അപ്പൊ അങ്ങനത്തെ ഒരു പാതയാണ് നമുക്കുള്ളത്. നല്ല കാടാണ് കേട്ടോ. നല്ല ഇടതൂർന്ന പ്ലാന്റ്സും ഒക്കെയാണ്. പക്ഷെ ഒറ്റയ്ക്കൊന്നും വരരുത് കേട്ടോ. അപ്പൊ ഈ സമയമാണെങ്കിൽ നമുക്ക് ചെറിയൊരു പേടിയൊക്കെ ആവും. ഇവിടെ ഇപ്പൊ ഈ വഴിയില് അധികം കുഞ്ഞു കല്ലുകളൊക്കെ ഉള്ളൂ കേട്ടോ. ഇത് ഒരു പാറയാണ്. അപ്പൊ കുഞ്ഞു അവിടെ ഇവിടെയൊക്കെ പാറകൾ, നമുക്ക് അങ്ങനെ നടക്കാൻ വലിയ ബുദ്ധിമുട്ടൊന്നും നമുക്ക് തോന്നണില്ല. നാട്ടുവഴികൾ പോലെ തന്നെ. പക്ഷെ ഇതൊരു മലയുടെ മുകളിലാന്ന് നമ്മൾ ഓർക്കണം. പിന്നെ ഇടതൂർന്ന മരങ്ങളാ ചുറ്റിലും. അത് കാരണം വെയില് അടിക്കുന്നില്ല. നല്ല സുഖമായിട്ടാ അവര് നമ്മളെ ഇങ്ങനെ ചേർത്ത് നിർത്തി കൊണ്ടുപോണത്. അപ്പോ അതൊക്കെ ഭയങ്കര രസമുള്ള ഒരു ഫീലാണ്. എന്റെ മുന്നോ സൂക്ഷിച്ചൊക്കെ നടക്കണം കേട്ടോ, സ്ലിപ്പ് ആവണുണ്ട്. ഇവിടെ ഈ ഉരുളങ്കല്ലുകളായത് കാരണം ശ്രദ്ധിച്ച് നടക്കണം കേട്ടോ. സൂക്ഷിച്ച് നടന്നില്ലെങ്കിൽ ഇപ്പൊ സ്ലിപ്പായ പോലെ സ്ലിപ്പ്. എന്തൊരു വ്യൂ ആ നോക്കിയേ. ഇതാണ് നമ്മുടെ ജിങ്കലാല വ്യൂ. എട്ടിന്റെ വ്യൂ ആണ്, പറഞ്ഞറിയിക്കാൻ പറ്റില്ല, അത്രയും മനോഹരാണ്. എന്റെ പൊന്നോ, അടിപൊളി വ്യൂ. അപ്പോ ഇതാണ് നമ്മുടെ ജിങ്കലാല വ്യൂ പോയിന്റ്. എങ്ങനെയുണ്ട്, ഇഷ്ടായോ? ഒന്നും പറയാനില്ല, അത്രയും അതിമനോഹരം. അപ്പോ ആ കാണുന്നതാണ് നമ്മുടെ കള്ളിമാലി വ്യൂ പോയിന്റ്. അപ്പൊ കള്ളിമാലി വ്യൂ പോയിന്റ് താഴ്വാരത്തിലാണ് ഇപ്പൊ നമ്മൾ ഏകദേശം എത്തിയിരിക്കുന്നത്. ഇവിടെ നിന്ന് ഒരു കിലോമീറ്റർ കൂടി നമുക്ക് ഇനി താഴേക്ക് പോകാനുണ്ട്. അപ്പൊ ഇവിടെ നിന്ന് ഈ ഒരു വ്യൂ ആണെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ആ ഒരു വ്യൂ പോയിന്റിന് എന്ത് രസമായിരിക്കുന്നു ഈ ഒരു താഴ്വാരം കാണാനായിട്ട്. പിന്നെ നമ്മുടെ ഇവിടെ വന്ന് നമ്മൾ ഈ കാണുന്ന ഈ വാട്ടർ ഉണ്ടല്ലോ, ഇത് പൊന്മുടി ഡാമിന്റെ വേറൊരു ഭാഗമാണ്. അപ്പോൾ ഇവിടെ നിന്നുള്ളൊരു കാഴ്ചയാണ് പൊന്മുടി ഡാമിന്റെ ഈ വ്യൂ എന്നുള്ളൊരു കാഴ്ചയാണിത്. പിന്നെ വേറൊരു രസകരമായിട്ടുള്ള ഒരു കാര്യം ഞാൻ ഇവിടെ വന്നപ്പോൾ അറിഞ്ഞൊരു കാര്യമാണ് കേട്ടോ. ഇവിടുത്തെ ഒരു സുഹൃത്ത് നമ്മളോട് ഷെയർ ചെയ്തതാണ്. ഈ കുന്ന് നിങ്ങൾ കണ്ടുവോ? ഈ കുന്നിനെ ഇവരിവിടെ പറയുന്നത് അമേരിക്കൻ കുന്നെന്നാണ് അത്രേ. പിന്നെ നമുക്ക് കുറച്ചും കൂടി പോണം. ഇനി 1 കിലോമീറ്ററോളം പോണം അടിയിലേക്ക്.
അടിയില് വല വിരിച്ച് മീൻ പിടിക്കുന്ന സെറ്റപ്പ് ഒക്കെ ഉണ്ട്. അപ്പൊ ചേട്ടൻ അത് മീനൊക്കെ പിടിച്ചിട്ട് കൊണ്ടുപോവാ. അടിയിൽ വെള്ളം കിടപ്പുണ്ട്. അപ്പൊ നമുക്ക് വെള്ളമൊക്കെ കാണാം കേട്ടോ. ചേട്ടൻ 4 മണിക്ക് പുലർച്ചെ വന്നതാ അത്രേ. എന്നിട്ട് നമ്മുടെ ഫിഷ് മീൻ പിടിക്കാനായിട്ട് വന്നതാ. കിട്ടിയ മീനുകൾ ഏതൊക്കെയാണെന്നറിയോ? കട്ട്ല, ഗോൾഡ്, ഇതൊക്കെ കൊണ്ട് നല്ല പെട്ടപ്പെട്ടയ്ക്കുന്ന ഫ്രഷ് മീനായിട്ട് ആള് പോണത്. അപ്പൊ അതും അടിപൊളിയാണ്. ഇനി ഈ കുന്ന് മൊത്തം ആൾക്ക് കയറി പോണം. താഴ്വാരത്തു നിന്നാണ് ആള് വന്നത്. അപ്പൊ ഇനി മൊത്തം ഇതൊക്കെ പിടിച്ചുകൊണ്ട് ആള് കയറി പോവാണ്. അപ്പൊ ഇനി ആ ഡാമിന്റെ വാട്ടർ ലെവൽ നിങ്ങൾ കണ്ടോ? അപ്പൊ അത്രയും താഴ്വാരത്തേക്കാണ് നമ്മൾ പോണത്. ഇതൊന്നും ആയിട്ടില്ല. അപ്പൊ ഇനിയും ഒരു 1 കിലോമീറ്ററോളം പോണം. അപ്പോ ഇടുങ്ങിയ പാറക്കെട്ടുകളുണ്ടോ, യാത്ര ദുഷ്കരമാകുമോ എന്നൊക്കെ നമുക്ക് നോക്കാം. എത്രത്തോളം കഠിനമാണെന്ന് ഞാൻ നോക്കട്ടെ. ട്രക്കിംഗ് മോഡ് പിടിച്ച് നമ്മൾ പോവാണ്. കമോൺ. ഇതുണ്ടല്ലോ, ഞാൻ അവിടുന്ന് ഓടി വന്നപ്പോൾ ഇത് മുല്ലപ്പൂവാണ് ഞാൻ കരുതിയത്. പക്ഷെ ഇത് മുല്ലപ്പൂവല്ല. ഇത് ഇത് നല്ല മണ. പക്ഷെ ഇത് കാട്ടുപൂവാണ്. അടിപൊളി. ഇവിടെ ഇങ്ങനെ മൊത്തത്തിൽ കിടക്കാട്ടോ കുറച്ച് ഏരിയാസ്. നല്ല രസമുണ്ട് കാണാനായിട്ട്. അപ്പോൾ പൂ വിരിച്ച പൂപ്പാതയിൽ കൂടെയൊക്കെയാണ് പോകുന്നത്. ഇവിടെ തൊട്ട് കുറച്ച് ട്രക്കിംഗ് മോഡ് പോലെയൊക്കെ തോന്നുന്നുണ്ട്. ഇവിടെ തൊട്ട് വഴികൾ കുറച്ച് കൺജസ്റ്റഡ് ആയി. വലിയ ഉരുളൻ കല്ലുകളൊക്കെ ഇപ്പൊ കാണുന്നേ. അപ്പോൾ ഏകദേശം നല്ലൊരു ട്രക്കിംഗ് മോഡ് ആയിട്ടുണ്ട്. പോയി നോക്കാം. കെയർഫുൾ ആയിരിക്കണം കേട്ടോ. ഇപ്പൊ ശരിക്കും ഒരു കാട് ഫീലൊക്കെ ആയിട്ടോ. ഈ വഴി കൂടെ ട്രക്കിംഗ് ജീപ്പുകൾ വന്നുകൊണ്ട് ഇരുന്നാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? ഇത് ഇവിടെ ഷൂട്ടിങ്ങിന്റെ പർപ്പസിനൊക്കെ വേണ്ടിയിട്ടേ ട്രക്കിംഗ് ജീപ്പുകൾ പോയിക്കൊണ്ടിരുന്നു. നമ്മുടെ ബദൽ എന്ന് പറഞ്ഞ മൂവിയില്ലേ, ശ്വേതാ മേനോന്റെയും ഗായത്രി സുരേഷൊക്കെ അഭിനയിച്ചത്. അപ്പോൾ അതില് ആർട്ടിസ്റ്റുകളെ ട്രക്കിംഗ് ജീപ്പിലാണ് ഇവിടേക്കൊക്കെ കൊണ്ടുവന്നിരുന്നതെന്ന്. ആ വഴിയാണ് ഇപ്പൊ ഇങ്ങനെ കിടക്കുന്നത്. ഒട്ടും നമുക്ക് വിശ്വസിക്കാൻ പറ്റില്ല കേട്ടോ, ഒരു ജീപ്പ് ഇതിന്റെ ഉള്ളിൽ കൂടെ ഒക്കെ വന്നു എന്നൊക്കെ പറയാൻ. കാരണം ഒരാൾക്ക് തന്നെ 2 പേർക്ക് വേണമെങ്കിൽ കഷ്ടിച്ച് നടന്നു പോവാം. അത് പതുക്കെ അങ്ങനെ പറ്റുള്ളൂ. ശരിക്കും നല്ലൊരു എന്താ പറയാ, കാട്ടുകോഴിയുടെ ശബ്ദമാണ് കേൾക്കണേ. കാട്ടുകോഴിയും ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ. കാട്ടുകോഴിയുടെ ശബ്ദം ഉണ്ട്. മൊത്തം ഇപ്പൊ ഈ ചീവീടിന്റെ ഒക്കെ ശബ്ദമായി തുടങ്ങി. നമ്മൾ കാട്ടിലേക്കൊക്കെ ഇങ്ങനെ ഇറങ്ങി പോകുമ്പോൾ ഒരു ശബ്ദം കിട്ടൂല്ലോ, അതുപോലെ ആയി തുടങ്ങി. ഈ ട്രക്കിംഗ് ജീപ്പ് ആയതുകൊണ്ടായിരിക്കുമല്ലോ ഇങ്ങനെ കയറി പോകണുണ്ടായിരുന്നുണ്ടാവുക. അല്ലെങ്കിൽ ഇത് എങ്ങനെയാ ഈ ഇതുമാതിരി കല്ലിന്റെ മുകളിൽ കൂടെ ഒക്കെ ഇറങ്ങി പോവാ? നടക്കുമ്പോ തന്നെ നമുക്ക് ബുദ്ധിമുട്ടാ. വെള്ളം കൊണ്ടുവരണം കേട്ടോ, ഭയങ്കരമായിട്ട് ദാഹിക്കും. കുറച്ച് വെള്ളം കുടിക്കട്ടെ. ഇതിന്റെ തൊലിയൊക്കെ അടർന്ന് കിട്ടുന്നുണ്ടല്ലോ. ഇത് ഏതാ മരം? മിനുസം ഉണ്ട്. ഇത് പൊളിഞ്ഞു വരുന്നുണ്ട് ഇതിന്റെ. ഇത് എന്തിനാ യൂസ് ചെയ്യുന്നേ? കൊള്ളാട്ടോ. ഇവിടെ എനിക്ക് തോന്നുന്നു ഒരുവിധം എല്ലാ വെറൈറ്റി ആയിട്ടുള്ള മരങ്ങളുണ്ട്. തേക്കുണ്ട്, മീൻസ് ചന്ദനൊക്കെ ഒഴിച്ച് ബാക്കി എല്ലാം ഉണ്ടെന്നാ തോന്നണേ. നമ്മളിപ്പോ ഏകദേശം ഒരു കാടിന്റെ നടുക്ക് നിൽക്കുന്ന ഫീൽ തന്നെയാണ്. നടുക്കായി. ഇതൊരു താഴ്വാരം മാത്രമായിട്ടുള്ളൂ കേട്ടോ. ഇതിങ്ങനെ മൊത്തത്തില് കിടക്കാണ്. നമ്മൾ അതിന്റെ ഒരു ചെറിയൊരു ഭാഗത്തിൽ മാത്രമേ എത്തിയിട്ടുള്ളൂ. ഇനി ഇവിടെ നിന്ന് നോക്കുമ്പോൾ ചെറുതായിട്ട് നമ്മുടെ താഴ്വാരത്തിലെ ഡാമിന്റെ വശങ്ങളൊക്കെ കാണാം. ഒന്നുകൂടി ഉള്ളിലേക്ക് പോയിട്ട് വരാം. ഇത് വളരെ ഒരു നെസ്റ്റാൾജിക് ആയിട്ടുള്ള ഒരു ചെടിയാണ്. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? എൻ്റെ ചെറുപ്പത്തിലൊക്കെ ഞാനിത് ഇങ്ങനെ ഇത് പൊട്ടിച്ചിട്ട് ഇങ്ങനെ വെക്കും. ഇങ്ങനെയാണോ വെക്കണേന്ന് അറിയില്ല. പക്ഷെ ഇപ്പൊ എന്തായാലും വെക്കുമ്പോൾ ആ സംഭവമില്ല. ഇവിടെ ഒരു വെള്ള പോലത്തെ ഒരു പശയാണ്, ഒരു പൊടി പോലെ ഉണ്ടാവും ഇതിന്റെ ഈ ബാക്ക് വശത്ത്.
അപ്പോൾ അത് നമ്മളിങ്ങനെ ആക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഇങ്ങനെ അടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇട്ടിട്ട് കഴിയുമ്പോൾ ഈ ഇലയുടെ ഒരു ഫുൾ സംഭവം ഇവിടെ വരും. പക്ഷെ ഇപ്പം അതിന് ആ ഒരു പശയില്ല. അത് ഭയങ്കര രസമായിരുന്നു കുട്ടിക്കാലത്ത് ചെയ്യാനായിട്ട്. ഇപ്പോൾ ഇങ്ങനത്തെ ഏരിയയിലൊക്കെ വന്നാലേ ഇവരെയൊക്കെ കാണാൻ പറ്റുന്നുള്ളൂ. നമ്മുടെ ഏരിയയിലൊന്നും ഈ സംഭവങ്ങളൊന്നേ ഇല്ല. മൊത്തം നമ്മൾ കോൺക്രീറ്റ് ആയിട്ടുള്ള ബിൽഡിങ്ങുകളും, നിലത്ത് വരെ നമ്മൾ ഈ ഇതിടല്ലേ, ടൈലുകൾ പാകുമല്ലേ, മണ്ണ് വളരെ കുറവല്ലേ. അതൊക്കെ ഇനി ഇവിടെ വന്നാലേ കാണാൻ പറ്റൂ. പക്ഷെ ഇപ്പോഴും ആ സംഭവം ഇല്ല, വെള്ള പശയൊന്നും ഇല്ല അതില്. കുറച്ച് കടി വരുന്നുണ്ട് കേട്ടാ, കൊതുകൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഈ അടിയിലായപ്പോഴേക്കേ കൊതുക് പ്രാണികളൊക്കെ ആയി തുടങ്ങി. ഇലകൾ ചീഞ്ഞ് അതിൽ നിന്ന് കൊതുകൊക്കെ വന്നോണ്ടിരിക്കുക. ജാക്കറ്റൊക്കെ ഇട്ടെങ്കിൽ നന്നതായിരുന്നു. ഇവിടെ എന്തൊരു കായ പോലെയൊക്കെ ഉണ്ടല്ലോ, നോക്കിയേ, കുഞ്ഞു 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 കായകള്. ഇതെന്താ സംഭവം? ഈ മരത്തിന്റെ കായ, തേരകന്നായി മരത്തിന്റെ. ഇത് കഴിക്കാൻ പറ്റുന്നതാണോ? ആണോ? നോക്കട്ടെ, പൊളിച്ചു നോക്കട്ടെ എന്താ സംഭവം ഇതിൻ്റെ ഉള്ളില്. എന്തോ വിത്തൊക്കെ ഉണ്ട്. കൊള്ളാല്ലേ. ഞാൻ കാണാത്ത കുറെ വൈഡ് വെറൈറ്റിയിലുള്ള ഇങ്ങനത്തെ പോലത്തെ കായകളൊക്കെ ഉണ്ടായിട്ടുണ്ടാവട്ടെ ഇവിടെ. നമ്മളിപ്പോൾ ഈ പോണ വഴിക്ക് കാണുന്നതാണ് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യണേ. അപ്പം എന്തോരം വൈവിധ്യമായിട്ടുള്ള സംഭവങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും അല്ലേ, ആരും കാണാത്ത, നമ്മൾ അറിയാത്ത. നമ്മൾ ഏകദേശം താഴ്വാരം ആയി തുടങ്ങി. കാരണം വെള്ളമൊക്കെ കണ്ട് തുടങ്ങിയിട്ടുണ്ട് ഡാമിലെ. ഇതിപ്പോ ആകാശവും വെള്ളവും കണ്ടിട്ട് വേർതിരിക്കാൻ പറ്റണില്ല, അതുപോലെ ഉണ്ട്. രണ്ടും ഒരുമിച്ച് നിൽക്കണ ഒരു ഫീൽ ഇവിടെ നിന്ന് കാണുമ്പോൾ. ഞാൻ ആലോചിക്കായിരുന്നു, കണ്ടില്ലല്ലോ എന്ന് പറഞ്ഞിട്ട്. കണ്ട ഒരു പ്ലാസ്റ്റിക് കുപ്പി കിടക്കണം നോക്കിയേ. ഇത് നമ്മൾ ചെയ്യണ ഒരു ഏറ്റവും വലിയൊരു റോങ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. കാരണം ഒന്നാമത് ഇവിടേക്ക് അധികം ആരും വരാത്തൊരു സ്ഥലം. വരുന്നവർ തന്നെ ഈ നമ്മൾ ഈ കുടിക്കുന്ന വെള്ളത്തിന്റെ കുപ്പിയൊക്കെ ഇങ്ങനെ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തോരം മോശമാണ്. ഇവിടെ ഒരു എന്താ പറയുക, നമ്മളെ കാക്കുന്ന ഈ പ്രകൃതിനെ നമ്മളിങ്ങനെ നശിപ്പിക്കേണ്ട കാര്യമുണ്ടോ? എപ്പോഴും ചെന്നാലും ഇതാണ് അവസ്ഥ. അപ്പോൾ അത് ഒരാൾ നമ്മൾ മാറിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വീട് മാറും, ഒരു വീട് മാറിയ ഒരു സമൂഹം മാറും. അപ്പോൾ നമുക്ക് പിന്നെ മൊത്തത്തിൽ എല്ലാവിടെയും ഈ ഒരു മാറ്റം സംഭവിക്കും. അപ്പോൾ ഒരു മാറ്റത്തിന്റെ തുടക്കം എന്നാണ് നമ്മൾ ഈ ഒരു കാര്യം നമ്മളിനി റിപ്പീറ്റ് ചെയ്യരുത് കേട്ടോ. വന്നു കഴിഞ്ഞാൽ നമ്മൾ കൊണ്ടുവന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ അതേ ഒരെണ്ണം കൂടി കിടക്കണം. കൊണ്ടുവന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മേലെ കൊണ്ടുപോവുക, പ്രോപ്പറായിട്ട് ഡിസ്പോസ് ചെയ്യുക. ഇങ്ങനെ വലിച്ചെറിഞ്ഞ് നമ്മുടെ പ്രകൃതിനെ നമ്മൾ എന്തിനാ ഇങ്ങനെ നശിപ്പിക്കണേ? പിന്നെ ഒരെണ്ണം കൂടി കിടപ്പുണ്ട്, നമുക്കിത് പോകുമ്പോൾ എടുക്കാം, എന്നിട്ട് നമുക്ക് മോളിൽ കൊണ്ടുപോയിട്ട് ഡിസ്പോസ് ചെയ്യാം. ഇതോടെ കിടക്കട്ടെ. സൂക്ഷിച്ചിവിടെ ഈ ഇങ്ങനത്തെ വേരുകളുള്ള കാരണേ. എന്റെ പൊന്നോ, അങ്ങോട്ട് നോക്കിയേ, അടിപൊളി. എന്താ പറയണ്ടേ, ഇവിടെ നിന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു എന്താ പറയാ, ഒരു ഫുൾ ഡേ വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഇരിക്കാം. അത്രയും പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഏരിയ. ഇപ്പൊ എന്റെ ശബ്ദം ഒന്ന് മാറ്റി നിർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ കിളികളുടെ ശബ്ദങ്ങൾ മാത്രമേ ഉള്ളൂ. അത് ഈ പ്രകൃതി മൊത്തം അവരിലേക്ക് ഇങ്ങനെ ലയിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാ ഇവിടെ വരുമ്പോ കാണുന്നേ. ഈ ഡാമിന്റെ ചില ഡാമുകൾ നമുക്ക് കാണുമ്പോഴേ ഭയങ്കര പേടി തോന്നും. പക്ഷെ ഇവിടെ വരുമ്പോ ആ ഒരു പേടിയൊന്നും തോന്നുന്നില്ല. ഭയങ്കര ശാന്തമായിട്ട് നമുക്ക് ഇവിടെ വന്ന് എന്തെങ്കിലുമൊക്കെ നമുക്ക് നല്ലൊരു റിലാക്സ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഇവിടെ വന്ന് റിലാക്സ് ചെയ്യാം, ഇരിക്കാം. കുറെ ഭാവനകൾ വേണ്ടവർക്കൊക്കെ വന്നിരിക്കാൻ പറ്റിയ നല്ല സ്ഥലമാണ് കേട്ടോ. നല്ല ഭാവനകളൊക്കെ വന്നോളും. വളരെ എന്താ പറയാ, പീസ്ഫുൾ ആയിട്ടുള്ള ഒരു ഇടം, ഒരു താഴ്വാരം. കണ്ടോ, ഇവിടെ നിന്നാ നമ്മുടെ അമേരിക്കൻ കുന്ന് നമുക്ക് അടുത്ത് കറക്റ്റായിട്ട് കാണാം. ഇപ്പൊ എന്തോരം ഭാഗ്യം ചെയ്തവരായിരിക്കും അല്ലെ അവരൊക്കെ. ഇവിടെ ഇങ്ങനെ നിന്ന് പോവും. അപ്പൊ ക്ഷീണമുണ്ട് ഇത്തിരി. അപ്പൊ നടന്ന് വന്നിട്ടേ ഒന്ന് ഇരുന്നേക്കാം. ഇരുന്ന് ഈ ഒരു ബ്യൂട്ടി കുറച്ചേരം ഒന്ന് ആസ്വദിക്കട്ടെ. ഡാമിന്റെ ബോട്ടിംഗ് സർവീസ് കണ്ടോ നടത്തുന്നത്?
അതില് ഇവിടം വരെ അതിന്റെ ഡാം ഉണ്ട്. അപ്പോൾ ബോട്ടിംഗ് സർവീസുകൾ യാത്രക്കാർ വന്നിട്ട് നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വെക്കേഷൻ ടൈം ആണല്ലോ, അപ്പൊ ഒത്തിരി സഞ്ചാരികൾ വരുന്നുണ്ട്. അവരിതേ അതീ കൂടെ വന്ന് കറങ്ങി ഇപ്പൊ തിരിച്ചു പോവാണ് കേട്ടോ. നല്ല പത്തപ്പിച്ചിട്ടാണ് വെള്ളത്തില് പോകുന്നത്. ഒരു ആഴമുള്ള ഏരിയ ഉണ്ട്, അപ്പോൾ അധികം ആഴത്തിലേക്ക് പോവാതെ അവരത് കറക്റ്റ് ആയിട്ട് അവര് ലൈനപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ വരെ പോയിട്ട് തിരിച്ചു പോവാണ്. ഏകദേശം ഇപ്പൊ നമ്മൾ ഇരിക്കുന്ന ഒരു ഈ ഒരു സൈഡിൽ നിന്ന് കറങ്ങിയിട്ടാണ് അവര് പോകുന്നത് കേട്ടോ. അപ്പൊ അത് കഴിഞ്ഞിട്ടുള്ള ഭാഗങ്ങള് കുറച്ച് ആഴമുള്ള ഭാഗങ്ങളായിരിക്കാം. വിശ്രമമൊക്കെ കഴിഞ്ഞു, ഇനി കുറച്ചും ഏരിയകളൊക്കെ ഒന്ന് കാണാനുണ്ട്. അപ്പൊ നമുക്ക് പതുക്കെ എണീറ്റ് നടക്കാം. ഇത്ര വെയിലുണ്ടെങ്കിലും ഇവിടെ കൂളാണ്. ഇത്ര മരങ്ങളുള്ളതുകൊണ്ടായിരിക്കാം, വെള്ളത്തിന്റെ ഒക്കെ തണുപ്പായിരിക്കാം. അപ്പോൾ നല്ല ക്ലൈമറ്റ് നല്ലതാണ് കേട്ടോ. നമുക്ക് വന്ന് എൻജോയ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു വെതറാണ്. മഴ സമയത്താണെങ്കിലും ബുദ്ധിമുട്ടായിരിക്കും നമുക്ക് വരാനായിട്ട്. ഇറങ്ങുമ്പോഴൊക്കെ ഈ ഉരുളങ്കല്ലൊക്കെ അല്ലേ, ഇപ്പൊ തെന്നലൊക്കെ കൂടും. ഇപ്പൊ നല്ല ക്ലൈമറ്റാ. അപ്പൊ ശരിക്കും നമ്മൾ ആ വെള്ളത്തിന്റെ ലെവലായി, താഴ്വാരമായി. ഇവിടെ ശരിക്കും കണ്ടാൽ നമുക്ക് മനസ്സിലാവും വെള്ളം കേറിയിട്ടുണ്ട് കേട്ടോ. മഴ വരണ സമയത്ത് ഈ ഇത്രയും ഭാഗം മൊത്തം കേറും വെള്ളം. നമുക്ക് ഇങ്ങോട്ടൊന്നും ഇറങ്ങാൻ പറ്റില്ല. ഈ ചെങ്കൽ കളറിലൊക്കെ കണ്ടോ നിങ്ങൾ, മണ്ണിന്റെ കൂന പോലത്തെ. അപ്പോ അത് മൊത്തം വെള്ളം കേറി നിറയും. അപ്പൊ നമുക്ക് ഈ ഭാഗത്തേക്കേ വരാൻ പറ്റില്ല. അപ്പോ ഈ ഒരു സമയത്താണ് നമുക്ക് ഇങ്ങനെയൊക്കെ വന്ന് ഈ ഒരു പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിക്കാൻ പറ്റുക. അപ്പൊ കള്ളിമാലി വ്യൂ പോയിന്റിന്റെ ആ സൈഡാണ് എൻ്റെ ഈ റൈറ്റ് വശത്തായിട്ട് കാണണേ. അവിടെ നിന്ന് ഈ ഒരു അടിയിലേക്ക് നോക്കുമ്പോൾ ഒരു കാഴ്ച വേറൊരു കാഴ്ചയാണ് കേട്ടോ. രണ്ടാമതൊരു ബോട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ബോട്ടിംഗ് സർവീസ് നന്നായിട്ടുണ്ട്. ബോട്ടിങ് നല്ല തകൃതിയായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ നിരപ്പാക്കി എടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു ക്രിക്കറ്റ് സ്റ്റേഡിയം ഉണ്ടാക്കാം. അത് അത്രയും ഏരിയ ഉണ്ട്. ആ പുല്ലുകളൊക്കെ നിൽക്കണ കാണാൻ, അകലേന്ന് കാണാൻ വേറൊരു ഭംഗി, അടുത്ത് വരുമ്പോ വേറൊരു ഭംഗി. കുറച്ച് പശുക്കൾ വന്നായിരുന്നു കേട്ടോ. പുല്ല് മേയാനൊക്കെ ഇപ്പൊ പശുക്കളെയൊക്കെ കൊണ്ടുവരുന്നുണ്ട് ഇവിടേക്ക്. ആ കാണുന്നതാണ് നമ്മുടെ കള്ളിമാലി വ്യൂ പോയിന്റ്. അവിടെ നിന്ന് ഉള്ള കാഴ്ച വേറൊരു അതിമനോഹരമാണ്. കാരണം ഈ ഡാം, ഈ വെള്ളം, ഈ കുന്നുകളൊക്കെ മുകളിൽ നിന്നുള്ളൊരു കാഴ്ചയാണല്ലോ. അത് വേറിട്ടൊരു കാഴ്ചയാണ്. റിസോർട്ടുകളുണ്ട് മുകളിലായിട്ട്, 2-3 റിസോർട്ടുകളൊക്കെ ഉണ്ട്. അപ്പോൾ വരുന്നവർക്ക് ഈ ട്രക്കിംഗ് എക്സ്പീരിയൻസ് എൻജോയ് ചെയ്യാം. ഒത്തിരി വ്യൂ പോയിന്റുകൾ ഉണ്ട്, അതും കാണാം കേട്ടോ. അപ്പൊ അതിനെല്ലാം പറ്റിയൊരു കിടിലൻ സ്പോട്ടാണ്. ചുറ്റിലും നമ്മുടെ മുളകളൊക്കെ ഈ മുളങ്കാടുകളുണ്ട്, കുറേ മുളകളൊക്കെ ഉണ്ട്. അപ്പൊ അങ്ങനെയുള്ളൊരു പ്ലേസ് ആണ്. ഓരോരോ ദ്വീപ് പോലെയാ തോന്നുന്നത്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ അവിടെ ഒരു ദ്വീപ്, ഇവിടെ ഒരു ദ്വീപ്, അങ്ങനെ വള്ളത്തിൽ നമുക്ക് പോയിട്ട് ക്രോസ് ചെയ്ത് ഇങ്ങനെ കണ്ടുവരാൻ തോന്നും. അങ്ങോട്ടൊന്ന് പോയി നോക്കാം. ഇവിടെ അടുത്തടുത്ത് വരുമ്പോ ഭയങ്കരമായിട്ട് വെള്ളം കേറി വരണ പോലെ തോന്നുന്നുണ്ട് കേട്ടോ. അമ്പോ, അടിപൊളി വ്യൂ ആണ്. ഈ സൈഡിൽ വേറൊരു വ്യൂ ആണെങ്കിൽ ഈ സൈഡിൽ അതിലും വേറെ വെറൈറ്റി ആയിട്ടുള്ള വ്യൂ ആ. ഈ പച്ചവെള്ളം എന്നൊക്കെ നമ്മൾ കേട്ടിട്ടില്ലേ, ഇപ്പൊ നമുക്ക് കാണാൻ നേരിട്ട് അതുപോലെ ഇരിക്കും ഇത്. ബേസിക്കലി ഈ ഒരു ഭാഗം ഈ മലയുടെ ഈ കാടും ഈ ചെടികളുടെ ആയിട്ട് സൈഡിൽ ഇങ്ങനെ ചേർന്ന് നിൽക്കുന്നത് കാരണം ആ മലയുടെ ഷെയ്ഡ്, ആ നിഴല് ഇതിൽ വന്ന് പതിഞ്ഞിട്ടാണ് ഇതിന് ഈ പച്ച കളർ കൊടുക്കുന്നത്. വെയില് വരുന്ന ഭാഗങ്ങളിൽ വേറെ കളറായിട്ടാണ് നമുക്ക് തോന്നുന്നത്. വെള്ളത്തിന് കളറില്ല നമുക്കറിയാം, എങ്കിലും നമ്മളുടെ കാഴ്ചയിൽ കാണുന്ന കളറ് ഇതാണ്. അത് വരുന്നത് ഇതുകൊണ്ടുമാണ്. പക്ഷെ നമുക്കിനി അധികം ബാക്കിലേക്ക് നമ്മൾ പോകുന്നില്ല. ഈ ഒരു സൈഡിലേക്ക് അധികം നമുക്ക് പോകാൻ പറ്റില്ല. കാരണം വലിയ കുത്താന്നാ പറയണേ. പെട്ടെന്ന് സ്ലിപ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ ചെളിയാണ് ഫുള്ളായിട്ട്. അപ്പം നമുക്ക് കാലൊക്കെ എന്തെങ്കിലും സ്ലിപ്പായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ തിരിച്ചു വരവ് ബുദ്ധിമുട്ടാവും. അപ്പോൾ ഡേഞ്ചർ കാര്യങ്ങൾ നമ്മൾ അറ്റംപ്റ്റ് ചെയ്യേണ്ട. അഡ്വഞ്ചറസ് നമുക്ക് ചെയ്യാം, പക്ഷെ നമ്മൾ വളരെ കെയർഫുൾ ആയിട്ട് നമുക്ക് ചെയ്യേണ്ട. കാരണം നമ്മൾ അങ്ങോട്ട് അധികം പോകുന്നില്ല, കണ്ട് ആസ്വദിക്കുകയാണ്. കാണാൻ ഒരു രക്ഷയില്ല, അടിപൊളി വ്യൂ ആണ്. അടിപൊളിയല്ലേ? നമുക്കത് അപ്പുറത്തെ സൈഡിൽ പോയാലോ? അവിടെ ഇതുണ്ടല്ലോ,
പൂത്ത് കിടക്കണ മുളയുടെ അരിയൊക്കെ നോക്കിയേ, അടിയിലായിട്ട് തന്നെ ഉണ്ട് നല്ല ഒരെണ്ണം. മുകളിലേക്ക് ഉണ്ട് കേട്ടോ. ഈ മുള പൂത്ത് വരുന്നേ ഉള്ളൂ. ഒരു മുള ഒടിഞ്ഞു വീണിട്ടുണ്ടല്ലോ. ഈ മുളേനെ പറ്റിയിട്ടേ, ഈ മുളയ്ക്കൊരു സംഗീതമാണെന്നാ പറയാ. ഈ മുളകളെല്ലാം കൂടി കാറ്റ് വരുമ്പോ ഒരു സൗണ്ട് ഉണ്ടാക്കും. എനിക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട്, നിങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നുണ്ടോന്ന് അറിയില്ല. കാറ്റ് വരുമ്പോ ഒരു പ്രത്യേക ഒരു ശബ്ദമാണ് അത്. മുളകളുടെ സംഗീതാന്ന് പറയും. ഇവിടെ നമ്മൾ സൂക്ഷിച്ചു വേണം പോവാൻ. ഇവിടെ നമ്മൾ വളരെ സൂക്ഷിച്ചു വേണം കേട്ടോ പോവാൻ. കാരണം ഇവിടെ മണ്ണിങ്ങനെ കുഴഞ്ഞിരിക്കുക. ഒരു 2-3 ദിവസം മുമ്പൊക്കെ മഴയുണ്ടായിരുന്നു. അപ്പൊ അതില് ചിലപ്പോൾ ഇടിഞ്ഞതാവാം, അറിയില്ല. ഓ, വന്നത് വെറുതെ ആയില്ല. ഒരു അടിപൊളി വ്യൂ ആണ് ഇവിടെ. ഇവിടെ നമുക്ക് പതുക്കെ പതുക്കെ നടന്നു പോവാട്ടോ. ശരിക്കും ഇതിങ്ങനെ അല്ല കിടക്കാണ്. ഇത് എവിടം കൊണ്ട് അവസാനിക്കും അറിയില്ല. നടന്ന് 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 ഇങ്ങനെ കാണുകയും ചെയ്യാം നമുക്ക്. പക്ഷെ ശരിക്കും ഒരാളില്ലെങ്കിൽ പേടിയാവും കേട്ടോ. ആൾക്കാർ ഗ്യാങ് ആയിട്ട് വന്നാൽ മതിയേ. ആഹാ, ചുറ്റിനും മരങ്ങളും പക്ഷികളുടെ ശബ്ദമുണ്ട്, ചുറ്റിലും മരങ്ങളും. ആ വള്ളം കിടക്കുന്ന സ്ഥലത്ത് നമുക്ക് ചെറുതായിട്ടൊന്ന് ഇറങ്ങാട്ടോ. 2 വള്ളം ഉണ്ടെന്ന് തോന്നുന്നു. എന്തോ രസം, എന്താ ഒരു ലാൻഡ്സ്കേപ്പ്. പ്രകൃതി തന്നെ ഉണ്ടാക്കിയേക്കണ ഒരു ലാൻഡ്സ്കേപ്പ് അല്ലേ, ഒരു മനുഷ്യനിർമ്മിതി കൂടിയല്ല. എന്തോ രസാ. ചുറ്റിനും മരങ്ങളും കിളികളും ആ ചെറിയ ചെറിയ സൺലൈറ്റും. എന്തോ രസാ. പക്ഷെ ഒറ്റയ്ക്ക് വന്നിരുന്നാ പേടിയാവേ. കണ്ട് കണ്ട് തീരുന്നില്ല, അത്രയുണ്ട്. ഇങ്ങനെ കിടക്ക കടല് പോലെ. ഇവിടെ നിന്നിരുന്നാലോ? അയ്യ, കുറച്ച് ദൂരം നടക്കണുള്ളൂ. പക്ഷെ നടന്നു കഴിയുമ്പോഴേക്കേ വയ്യാണ്ടാവണ്, ഭയങ്കര ക്ഷീണം. എയറും ഭയങ്കര ശുദ്ധവായു ആട്ടോ. അങ്ങ് ദൂരെ മലനിരകൾ ഇങ്ങനെ നിൽക്കുവാണ്. അപ്പൊ നമുക്കിനി വള്ളത്തിന്റെ അടുത്തൊന്ന് പോയി നോക്കാം. ഇവിടെ അത്യാവശ്യം വെള്ളം നല്ല തെളിവായിട്ട് കാണുന്നുണ്ട് കേട്ടാ. നോക്കി ഇവിടെ എനിക്ക് തോന്നുന്നു വലിയൊരു മരം ഉണ്ടായിരുന്നു തോന്നുന്നു. അതിന്റെ തടി കണ്ടാൽ തന്നെ അറിയാം. വട്ടമൊക്കെ നോക്കിയേ, അതിപ്പോ വെള്ളം കേറി നല്ല മിനുസായിട്ട് കിടപ്പുണ്ട്. നമ്മൾ പറഞ്ഞതുപോലെ 2 വള്ളമുണ്ട്. വെള്ളത്തിന് നല്ല ഓളം ഉണ്ട് കേട്ടോ. ഓളം കൊണ്ട് ഇങ്ങനെ വന്നോണ്ടിരിക്കുക നല്ല ഓളത്തില്. വള്ളത്തില് പോകാൻ നല്ല രസമായിരിക്കും അല്ലേ. പക്ഷെ ഇത് അങ്ങനെ പബ്ലിക് ആയിട്ടല്ല കേട്ടോ. ഇത് പ്രൈവറ്റ് ആയിട്ട് ആൾക്കാരുകൾ അവരുടെ ഉപജീവന മാർഗത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നതാണ്. ഇപ്പൊ നമ്മൾ കണ്ടില്ലേ നേരത്തെ ഒരു ചേട്ടൻ മീൻ പിടിക്കാനും ഒക്കെ ആയിട്ട് അവർ യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കയറി നോക്കാം. പക്ഷെ നമ്മൾ അവരുടെ സാധനങ്ങളൊക്കെ ഉണ്ട് കണ്ട, മീനിന്റെ പിടിക്കാനുള്ള വലയും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ നമ്മൾ വളരെയധികം കെയർഫുൾ ആയിട്ട് ശ്രദ്ധിച്ച് യൂസ് ചെയ്യുക. അവരുടെ ഒരു അന്നമല്ലേ. അപ്പൊ നമ്മൾ അതുപോലെ നമ്മളൊരു വാല്യൂ കൊടുത്ത് നമുക്ക് അതിലിരിക്കാം. നല്ല രസമുണ്ട് കേട്ടോ. ഇത് നമുക്ക് പോവാണെങ്കിൽ നല്ല രസമായേനെ.
ഇതൊക്കെയാണ് ഇവിടുത്തെ കാഴ്ചകള്. നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് ഇറങ്ങിയിട്ട് വെള്ളത്തിലൊക്കെ ഒന്ന് കാലൊക്കെ ഒന്ന് നനയ്ക്കാം. ഇവിടെ വലിയ കുഴപ്പമില്ല കേട്ടോ, ഇവിടെ പുല്ലൊക്കെ ഉണ്ട്. അധികം തണുപ്പില്ല കേട്ടോ, നല്ല വെള്ളം. നല്ലൊരു വ്യൂ ആണ് കേട്ടോ, നല്ലൊരു ട്രക്കിംഗ് എക്സ്പീരിയൻസ് ആണ്. ചെറിയൊരു കുട്ടി ട്രക്കിംഗ് ആണ്, പക്ഷെ അത് വന്ന് എൻഡിൽ വരുന്ന കാഴ്ച ഭയങ്കര വൈഡാണ്. നമ്മളാ നടന്ന് ട്രക്കൊക്കെ ചെയ്ത് വരുമ്പോ ഇത്രയും ഒരു ജിങ്കലാല വ്യൂ ഇവിടെ ഉണ്ടെന്ന് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കില്ല. അതുപോലെയാണ് ഇവിടെ. ഓരോ കാഴ്ചകളും അതിമനോഹരമാണ്, സിമ്പിളാണ്, എന്നാ കിട്ടില്ലനാണ്. ഇവിടെയും ഇത് നോക്കിയേ, എന്തുമാത്രം പൂക്കളാന്ന് നോക്കിയേ ഈ മരത്തില്. അത് മൊത്തം ദേ ഇവിടെ വീണും കിടക്കുക. എന്തോ രസാ പുല്ലുമ്മേ കൂടെ ഒക്കെ കിടക്കണ കാണാനായിട്ട്. മൊത്തത്തില് ഒരു ശാന്തസുന്ദരമായിട്ടുള്ള ഒരു ബ്യൂട്ടിയാണ്. എന്ത് രസല്ലേ കാണാൻ. ഓ, എല്ലാം കൊഴിഞ്ഞു വീണ് കിടക്കുക. വേറൊരു മണം. ഇങ്ങനത്തെ ഒരു മണം നമ്മൾ വേറെ ഒന്നും ഇങ്ങനെ സ്മെല് ചെയ്തിട്ട് കിട്ടിയിട്ടില്ല. നല്ല മണം. എന്താ ഒരു സമാധാനം, എന്താ ഒരു രസം. ഞാനൊരു 10 മിനിറ്റോളം ഇവിടെ കിടന്നുറങ്ങിട്ടോ. ഈ പുല്ലിലൊക്കെ കിടന്നുറങ്ങുമ്പോ വേറൊരു ഫീലാണ് കേട്ടോ. എപ്പോഴെങ്കിലൊക്കെ ഒന്ന് വന്ന് എക്സ്പീരിയൻസ് ചെയ്യണം ഈ ഒരു ശാന്തസുന്ദരമായ ഇടങ്ങളില്. ഇവിടെ ആകുമ്പോൾ നമുക്ക് ഭയങ്കര പീസ്ഫുൾ ആയിട്ട് നമുക്ക് ഇവിടെ വന്ന് ഇങ്ങനെ കേൾക്കുവോ, ഈ കിളികളുടെ നാദവും ഒക്കെ കേട്ടിരിക്കാം. ആർട്ടിഫിഷ്യാലിറ്റി ആയിട്ടുള്ള ഒന്നും ഇവിടെ ഇല്ല, എല്ലാം നാച്ചുറൽ അല്ലേ. അപ്പൊ ഇത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇപ്പൊ ഇവിടുന്ന് പോവാൻ തോന്നല്ലേ, ഇങ്ങനെ കിടന്ന് കഴിഞ്ഞാൽ പിന്നെയും വീഴും. അതുപോലെയാണ്. അപ്പൊ ഇന്നത്തെ ഒരു കുട്ടി ട്രക്കിംഗ് എപ്പിസോഡാണ്. അപ്പോൾ നിങ്ങൾക്കും കാണാൻ ഇഷ്ടം തോന്നുകയാണെങ്കിൽ വരിക, എക്സ്പീരിയൻസ് ചെയ്യുക. നല്ലൊരു കിടിലൻ എക്സ്പീരിയൻസ് ആയിരിക്കും നിങ്ങൾക്കും. ചിൽഡ്രൻസ്, ടേക്ക് കെയർ. ജിങ്കലാല. ജിങ്കാ. ലാലാ.